നിർണായകമായ ഒരു ജനവിധിയിലേക്ക് കേരളം ഉറ്റുനോക്കുമ്പോൾ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വരുന്നത് അത്യന്തം നാടകീയമായ രംഗങ്ങളും അതുപോലെ രാഷ്ട്രീയ പ്രസ്താവനകളുമാണ്. കേരളത്തിലെ രാഷ്ട്രീയ ഭൂപടം ആര് മാറ്റിവരയ്ക്കുമെന്ന് വോട്ടർമാർ തീരുമാനിക്കുന്ന ഈ വേളയിൽ തലസ്ഥാന നഗരിയിൽ വോട്ട് രേഖപ്പെടുത്തിയ മുതിർന്ന നേതാവ് കെ ആന്റണിയുടെ വാക്കുകൾ രാഷ്ട്രീയ കളത്തിൽ വലിയ അലയൊലികളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണി അക്ഷരാർത്ഥത്തിൽ തൂത്തുവരുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ആന്റണി നടത്തിയിരിക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ ഇന്ന് വൈകുന്നേരം 6 മണിയോടെ അന്ത്യമാകുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയുന്ന സാഹചര്യമുണ്ടായി. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം പ്രകടമായിരുന്നു. അവസാനത്തെ 3-4 ദിവസം ആ വികാരം ഒരു ജനരോഷമാകുന്ന കൊടുങ്കാറ്റായി രൂപപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. അവർ തീർച്ചയായും 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കടുത്ത ശിക്ഷ ജനാധിപത്യത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ ഈ സർക്കാർ നൽകും. 2001 5 വർഷം ഭരിച്ച നയനാർ സർക്കാരിൻ്റെ കാലത്തേക്കാൾ 10 മടങ്ങുള്ള ജനരോഷമാണ് 10 വർഷം ഭരണം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാരിനെതിരായി കേരളത്തിലുടനീളമുള്ളത്. അതുകൊണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഇത്തവണ UDF തൂത്തുവാരും. ഇലക്ഷൻ കഴിഞ്ഞ് ഇന്ന് 6 മണിക്ക് പോളിംഗ് കഴിയും. ഇന്ന് 6 മണിക്ക് കേരളത്തിലെ ബഹുഭൂരിപക്ഷ വോട്ടർമാർ വോട്ടിംഗ് മെഷീനിൽ LDFനെതിരായി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കും 6 മണി കഴിയുമ്പോൾ. അതിൻ്റെ അർത്ഥം ഇന്ന് കൃത്യം 6 മണി കഴിയുമ്പോൾ പിണറായി സർക്കാർ അസ്തമിച്ചു കഴിഞ്ഞിരിക്കും. പിണറായി സർക്കാർ ഇന്ന് 6 മണി കഴിയുമ്പോൾ അവരുടെ ഭരണം അവസാനിക്കും. പിന്നെയുള്ള പിണറായി സർക്കാർ കെയർടേക്കർ ഗവൺമെൻറ്റാണ്. കെയർടേക്കർ ഗവൺമെൻറ് ഇന്നത്തെ 6 മണി വോട്ടിംഗ് പൂർത്തിയാക്കിയാൽ പിണറായി ഭരണം അവസാനിച്ചു. പിന്നെയുള്ള പിണറായി ഭരണം കെയർടേക്കർ ഭരണമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം കണ്ടത് സമാനതകളില്ലാത്ത ജനദ്രോഹ നടപടികളാണെന്നും അതിനുള്ള കടുത്ത ശിക്ഷ വോട്ടർമാർ ബാലറ്റിലൂടെ നൽകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. തെരഞ്ഞെടുപ്പ് ഗോതയിൽ പ്രചരണം ആരംഭിച്ച ആ നിമിഷം മുതൽ പ്രകടമായിരുന്ന ശക്തമായ ഭരണവിരുദ്ധ വികാരം വോട്ടെടുപ്പിന്റെ ഈ അവസാന മണിക്കൂറുകളിൽ പോലും വലിയൊരു ജനരോഷമായി ആളിപ്പടർന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. താൻ മുഖ്യമന്ത്രിയായിരുന്ന 2001 UDF ലഭിച്ച ചരിത്രപരമായ വിജയത്തെക്കാൾ വലിയൊരു മുന്നേറ്റം ഇത്തവണ മതേതര ജനാധിപത്യ മുന്നണി കാത്തിരിക്കുന്നുണ്ടെന്നും ആന്റണി പറയുകയും ചെയ്തു. കേവലം രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറം ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ഗണ്യമായ ഒരു ഭാഗം പോലും ഇത്തവണ UDFന് വോട്ട് ചെയ്യുന്ന കാഴ്ചയാണ് കേരളം കാണുന്നതെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകൾ ഇതിന് തെളിവായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ ഇടതുപക്ഷം എന്ന പ്രസ്ഥാനം പാടെ ഇല്ലാതാകാതിരിക്കണമെങ്കിൽ പിണറായി സർക്കാരിന് ഒരു തുടർ ഭരണം ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന കടുത്ത CPM അനുഭാവികൾ പോലും ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണെന്ന് കൂടി ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. BJP കേരളത്തിൽ ഒരിടത്തും അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നും വർഗീയ രാഷ്ട്രീയത്തിന് കേരളത്തിലെ മണ്ണിൽ വേരോട്ടം കിട്ടാൻ പ്രയാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മറ്റൊരു വശത്ത് വൈകാരികതയുടെയും അതുപോലെ പ്രതിഷേധത്തിന്റെയും കേന്ദ്രമായി പുതുപ്പള്ളി കൂടി മാറുകയാണ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ കറുത്ത വസ്ത്രം ധരിച്ച് പോളിംഗ് ബൂത്തിലെത്തിയത് വൻ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിട്ടുണ്ട്. 10 വർഷക്കാലം തന്റെ പിതാവിനെ ഈ സർക്കാർ ക്രൂരമായി വേട്ടയാടിയതിന്റെ പ്രതിഷേധമാണ് ഈ കറുത്ത വസ്ത്രമെന്ന് ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിലെ 140 നമ്പർ ബൂത്തിൽ മാതാവ് മറിയാമ്മയ്ക്കും അതുപോലെ സഹോദരി മറിയയ്ക്കുമൊപ്പം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കവേ അദ്ദേഹം വികാരാധീനായിട്ടാണ് മാധ്യമങ്ങളോട് പെരുമാറിയത്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതും അത്തരത്തിലൊക്കെയാണ്. ഉമ്മൻചാണ്ടി എന്ന വികസന നായകന്റെ 9 വർഷത്തോളം ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പീഡിപ്പിച്ചവർക്ക് ജനങ്ങൾ മറുപടി നൽകുന്ന ദിവസമാണ് ഇന്നെന്നും വേട്ടയാടിയവർക്ക് സംരക്ഷണം നൽകുന്ന സർക്കാർ നയത്തിനെതിരെ പുതുപ്പള്ളി മനസ്സ് തുറക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആ ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഇടതുപക്ഷ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുന്ന ദിവസമാണ്. പല പ്രതിഷേധങ്ങളുണ്ട്. ഒന്നല്ല, എൻ്റെ പിതാവിനെ അന്യായമായി 1-2 വർഷമല്ല
9 വർഷക്കാലം ഈ സർക്കാർ പ്രതിപക്ഷത്തിൽ നിന്നപ്പോഴും ഇവരും വേട്ടയാടിയത് മാത്രമല്ല, വേട്ടയാടൽ നേതൃത്വം കൊടുത്തവരെ സംരക്ഷിക്കുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്, ഒരു സംശയം വേണ്ട. അത് വലിയ പ്രതിഷേധമാണ്. പുതുപ്പള്ളിയുടെ മനസ്സിൽ, കേരളത്തിന്റെ മനസ്സിലേറ്റ മുറിവാണത്. പുതുപ്പള്ളിയുടെ മനസ്സിൽ ആ മുറിവ് ഇപ്പോഴും ഉണങ്ങി. ആ ഒരു വേട്ടയാടൽ ഞങ്ങൾക്ക് പലതരത്തിൽ ഞങ്ങളുടെ മണ്ഡലത്തെ ഫണ്ട്സ് തരാത്ത രീതിയിൽ ദ്രോഹിക്കുന്ന തരത്തിലുൾപ്പെടെ ഉള്ള വേട്ടയാടൽ നടന്നിട്ടുണ്ട്. പിന്നെയും ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. അതും പ്രതിഷേധമാണ്. ഒപ്പം ഞാൻ കയറിയതിനു ശേഷം 9 വർഷം ഞങ്ങളുടെ തൊട്ടപ്പുറത്തോട്ട് നോക്കി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റല്. ആ ഹോസ്പിറ്റൽ ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുക. ഞങ്ങളുടെ പാലങ്ങൾ അത് ഇപ്പോഴും തൂള് നിൽക്കുക. ഉമ്മൻചാണ്ടി സർക്കാർ എവിടെ നിർത്തി അവിടെ നിൽക്കുക. അപ്പം വേട്ടയാടി മാത്രമല്ല, ഈ മണ്ഡലത്തോടും കാണിച്ച അന്യായങ്ങൾ ചെറുതല്ല. ഞങ്ങളുടെ സിവിൽ സ്റ്റേഷനിൽ എന്റെ പണി തീരാത്ത ഒരു സിവിൽ സ്റ്റേഷന് എന്റെ പിതാവിന്റെ പേരിട്ടു. മറക്കാൻ ഞങ്ങളെ ഇങ്ങനെ അവമാനിക്കണം. അദ്ദേഹത്തെ നിങ്ങൾ 9 വർഷക്കാലം പല രീതിയിൽ പീഡിപ്പിച്ചു അല്ലെങ്കിൽ വേട്ടയാടി. ഇന്ന് അത് പണി തീരാത്തൊരു സ്ഥാപനത്തിന് അത് അദ്ദേഹത്തിന്റെ പേരിടണോ? അത് വേട്ടയാടൽ തന്നെയാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മരണശേഷവും ഞങ്ങളുടെ വേട്ടയാടി നിന്ന് തുല്യമായിട്ട് തന്നെ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ നാടിനെ ആകെപ്പാട് ബാധിച്ച പ്രശ്നമാണ്. ഇതൊക്കെ പ്രതിഷേധങ്ങളുണ്ട്. അത് ജനം ഇന്ന് പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ ആ പ്രതിഷേധം കാണിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കറുപ്പ് പ്രതിഷേധത്തിന്റെ ഇതാണ്. ഇന്ന് കറുപ്പ് കാണുമ്പോൾ ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ. പണി പൂർത്തിയാക്കാത്ത മിനി സിവിൽ സ്റ്റേഷന് ഉമ്മൻചാണ്ടിയുടെ പേരിട്ട് കുടുംബത്തെ അപമാനിക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് അദ്ദേഹം ആരോപിക്കുന്ന സാഹചര്യമുണ്ടായി. മരണശേഷവും അദ്ദേഹത്തെയും കുടുംബത്തെയും വേട്ടയാടുന്നത് തുടർന്നവർക്കുള്ള ശക്തമായ താക്കീതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ചാണ്ടി ഉമ്മൻ പറയുകയും ചെയ്തു. ശബരിമല വിഷയം മുതൽ സ്വർണ്ണക്കടത്ത് വരെയുള്ള വിവാദങ്ങൾ ജനമനസ്സുകളിൽ വലിയ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നും ബൂത്തിലെത്തുമ്പോൾ ഈ പ്രതിഷേധം പ്രതിഫലിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. കറുപ്പ് കാണുമ്പോൾ പലർക്കും അസ്വസ്ഥതയുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഇതൊരു വലിയ ആചാരത്തിന്റെ ഭാഗമായി കൂടി കരുതിയാൽ മതിയെന്നും പരിഹാസ രൂപേണാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തത്. വോട്ടെടുപ്പിനിടയിൽ പലയിടങ്ങളിലും കള്ളവോട്ട് ആരോപണങ്ങളും പരാതികളും ഉയരുന്നത് ആശങ്കാജനകമായി മാറുന്നുണ്ട്. പലയിടങ്ങളിലും നേരിയ തോതിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ തരത്തിൽ സന്ദീപ് വാര്യരടക്കം തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ വിവാദ പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ട്. ഷാഫി പറമ്പിലെതിരെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വോട്ടെടുപ്പ് നടക്കുന്ന പല കേന്ദ്രങ്ങളിലും വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെയും പല സ്ഥലത്തും സംഘർഷ സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. വടക്കാഞ്ചേരി നിന്നുള്ള സജീവ എന്ന വോട്ടറുടെ അനുഭവം ഉദ്യോഗസ്ഥരുടെ വലിയ വീഴ്ചയിലേക്ക് വരെ വിരൽ ചൂണ്ടുന്നത് കൂടിയാണ്. വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ വോട്ട് ചെയ്യാത്ത സജീവിന്റെ തന്റെ വോട്ട് നേരത്തെ തന്നെ പോസ്റ്റ് ലോട്ടായി രേഖപ്പെടുത്തിയായി ഉദ്യോഗസ്ഥർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. താൻ പോസ്റ്റ് ലോട്ടിനെ അപേക്ഷിക്കുകയോ ബാലറ്റ് പേപ്പർ കൈപ്പറ്റുകയോ ചെയ്തിട്ടില്ല എന്ന് സജീവ് ആവർത്തിച്ച് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അധികൃതർ അനുമതി നൽകിയതുമില്ല. ഈ അനീതിക്കെതിരെ BJP പുറത്തൊരു വലിയ തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അർഹതപ്പെട്ടവരുടെ ജനാധിപത്യപരമായ അവകാശം നിഷേധിക്കപ്പെടുന്നത് ഗൗരവകരമായ കാര്യമാണെന്നും ഇത്തരം സാങ്കേതിക പിഴവുകൾ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ ബാധിക്കുമെന്നും രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും വോട്ടിംഗ് യന്ത്രങ്ങളിൽ തകരാറുകളെക്കുറിച്ചും സമാനമായ പരാതികളെക്കുറിച്ചും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കൂടാതെ പലയിടങ്ങളിലും കള്ളവോട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കൂടാതെ പല സ്ഥലങ്ങളിലും നേരിയ തോതിലെങ്കിലും സംഘർഷ സാധ്യതകൾ ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വടക്കാഞ്ചേരിയിലെ സംഭവത്തിൽ മേലുദ്യോഗസ്ഥർ ഇടപെട്ടിട്ടും സജീവിന് വോട്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതും ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന്റെ ചരിത്രത്തിന് ഏറ്റവും വലിയ നിർണായകമായ ഒന്നായി കൂടി മാറുകയാണ്. 10 വർഷത്തെ ഭരണ തുടർച്ച തേടി ഇടതുമുന്നണി ഇറങ്ങുമ്പോൾ ശക്തമായ തിരിച്ചുവരവിന് കോൺഗ്രസ് നയിക്കുന്ന UDFും ചൂടുറപ്പിച്ചുകൊണ്ടാണ് ഈ നിമിഷവും മുന്നോട്ട് പോകുന്നത്. ആന്റണിയുടെ പ്രവചനങ്ങളും ചാണ്ടി ഉമ്മന്റെ വികാര നിർഭരമായ പ്രതിഷേധങ്ങളുമെല്ലാം കേരളത്തിലെ സാധാരണക്കാരെ വോട്ടർമാരുടെ ചിന്താഗതിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇങ്ങ് തലസ്ഥാനത്തും വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേമത്ത് ഡയലോഗുകളുടെ പോരാണ് ഉണ്ടാകുന്നത്. ഡെസ്കിൽ കയറി ഭരതനാട്യം കളിക്കാനല്ല സഭയിൽ പോകേണ്ടെന്നാണ് രാജീവ് ചന്ദ്രശേഖർ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെതിരെ വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നതാകട്ടെ BJP മദ്യവും പണം ഒഴിക്കാണ് വോട്ട് പിടിക്കുന്നതെന്നാണ്. അങ്ങനെ വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങളും വാക്പോരുകളുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, ഈ തെരഞ്ഞെടുപ്പ് കേരളം കാണുന്ന ഏറ്റവും വലിയ ജീവൻ മരണ പോരാട്ടമായി കൂടി മാറുകയാണ്. ആരാണ് വാഴുക ആരാണ് വീഴുക എന്നറിയാൻ ഇന്ന് 6 മണി വരെ മാത്രമേ സമയമുണ്ടാകുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ 1 മാസം കാത്തിരിക്കുകയും വേണം. കേരളം ഇനി
പുതിയൊരു ഭരണത്തിലേക്കാണ് പോകുന്നത്, അതല്ല ഇനി ഭരണ തുടർച്ചയാണോ ഉണ്ടാകാൻ പോകുന്നതെന്നും വലിയ തരത്തിൽ ചർച്ചകളായി മാറുന്നുണ്ട്. വികസനവും അതുപോലെ തന്നെ വിവാദങ്ങളിലെ നേർക്കുനേർ പോരാടുന്ന ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ വോട്ടർമാർ ആർക്ക് വോട്ട് ചെയ്യുമെന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ചിടത്തോളം അതിപ്രധാനം കൂടിയാണ്. ഭരണപക്ഷത്തിന്റെ അവകാശവാദങ്ങളും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും ഒരുപോലെ ശക്തമാകുന്നുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളും തൊഴിലില്ലായ്മയും സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങളും തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ തിരുവനന്തപുരത്തെ ലോബികൾ മുതൽ മലബാറിലെ വോട്ട് ബാങ്കുകൾ വരെ ഈ മാറ്റത്തിന്റെ കാറ്റിൽ ഏത് ഭാഗത്തേക്ക് തിരിയുമെന്നത് പ്രവചനാതീതമായി തുടരുകയാണെങ്കിലും ജനങ്ങളുടെ കണ്ണിൽ ഭരണമാറ്റത്തിനുള്ള ആഗ്രഹം ദൃശ്യമാണെന്നാണ് UDF ക്യാമ്പുകൾ അവകാശപ്പെടുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഭരണത്തിന് അനുകൂലമായ വികാരമാണ് കേരളത്തിൽ ഒന്നടങ്കം ഉണ്ടാകുന്നതെന്ന് LDF അനുകൂലികളും LDF നേതാക്കളും എന്തിനേറെ പിണറായി വിജയനടക്കം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി അറിയേണ്ടത് ആരാണ് ഈ മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. അതിനി കണ്ടറിയേണ്ട കാര്യം കൂടിയാണ്.